സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഉഷ മോഹൻകുമാർ. പ്രധാന വാർത്തകൾ. അടിമാലിയിൽ റിസർവ് വനം സ്വകാര്യ വ്യക്തി കയ്യേറി ഏലകൃഷി ചെയ്യുന്നതായി പരാതി. ആംബുലൻസ് കട്ടപ്പുറത്ത്. ഉടുമ്പൻചോല പഞ്ചായത്തിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ ഉപരോധിച്ചു. സാമ്പത്തിക തട്ടിപ്പിൽ പടമുഖം ക്ഷീരസംഘം മുൻ സെക്രട്ടറി ഇലവുംകുന്നേൽ ബിജു എബ്രഹാമിനെതിരെ നടപടി. കനത്ത മഴയെ തുടർന്ന് മൂന്നാർ ഹെഡ്ബർഗ് ഡാമിന് സമീപം മലയിടിച്ച്. വിശദമായ വാർത്തകളിലേക്ക്. അടിമാലിയിൽ റിസർവ് വനം കയ്യേറി ഏലകൃഷി ചെയ്യുന്നതായി പരാതി. മച്ചിപ്ലാവ് ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഏരിയയിൽപ്പെട്ട റിസർവ് വനമാണ് സ്വകാര്യ വ്യക്തി അതിക്രമിച്ച് കയറി കൃഷി ചെയ്യുന്നുവെന്ന പരാതി ഉയർന്നിരിക്കുന്നത്. ഇത് പ്രദേശത്തെ ഉന്നതി നിവാസികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. വനം കയ്യേറി കൃഷി ചെയ്യുമ്പോൾ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണെന്നും ആരോപണം ഉയരുന്നു. അടിമാലിയിൽ റിസർവ് വനം കയ്യേറി ഏലം കൃഷി ചെയ്യുന്നതായി പരാതി. അടിമാലി മച്ചിപ്ലാവ് ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഏരിയയിൽപ്പെട്ട റിസർവ് വനമാണ് സ്വകാര്യ വ്യക്തി അതിക്രമിച്ചു കയറി ഏലം കൃഷി നടത്തുന്നതായി പരാതി ഉയർന്നിട്ടുള്ളത്. ഏകദേശം 100 ഏക്കറോളമാണ് ചെറിയ മരങ്ങൾ വെട്ടി കൃഷി ചെയ്യുവാൻ ആരംഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വനങ്ങൾ കയ്യേറുമ്പോൾ വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയും ജനജീവിതം ദുസ്സഹമാകുമെന്നും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേറ്റർ കെ ബുൽബേന്ദ്രൻ പറയുന്നു. അടിമാലി കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വ്യക്തി ഒരു വർഷത്തിന് മുമ്പായി ഇവിടെ 100 കണക്കിന് ഏക്കർ സ്ഥലം കയ്യേറുകയും അവിടെ മരങ്ങൾ വെട്ടി അതുപോലെ ഈറ്റ, വന്യജീവികളുടെ തീറ്റയായ ഈറ്റ, പീതാളെല്ലാം നശിപ്പിച്ചുകൊണ്ട് ഏലകൃഷി നടത്തി വരികയാണ്. ഇത് മച്ചിപ്ലാവ് ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് പരിധിയാണ്. അവിടുത്തെ ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് ഈ വ്യാപകമായ കയ്യേറ്റം നടന്നിരിക്കുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം പ്രദേശവാസികൾ ഉന്നയിച്ചതിനെ തുടർന്ന് ഞങ്ങൾ ഗ്രീൻ കെയർ കേരള ഈ പ്രദേശത്ത് വന്ന് നേരിട്ട് ബോധ്യപ്പെട്ടതാണ്. ഞങ്ങൾ ഇതിനെതിരെ റിപ്പോർട്ട് DFOയ്ക്കും അതുപോലെ ബഹുമാനപ്പെട്ട PCCFനും എല്ലാം റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം കൂടുവാനുള്ളൊരു കാരണം റിസർവ് വനത്തിലേക്ക് ഏലകൃഷിക്കായി ഇവർ കയറുകയും ടൺ കണക്കിന് രാസവളവും കീടനാശിനിയും ഉപയോഗിച്ച് കയറുമ്പോൾ വന്യജീവികളുടെ കുടിവെള്ളവും തീറ്റയും എല്ലാം നശിച്ച് ഇവരെ വന്യജീവികൾ അതുപോലെ പന്നി, പാമ്പെല്ലാം പുറത്തേക്ക് വരുന്ന സ്ഥിതിയാണ് കാണുന്നത്. ഇതിനു മുമ്പ് റിസർവ് വനം കയ്യേറി കൃഷി നടത്തിയവരെ റവന്യൂ വകുപ്പ് ഇടപെട്ട് ഒഴിപ്പിച്ചതാണ്. ഇതിന് പിന്നാലെയാണ് വീണ്ടും കയ്യേറ്റ ശ്രമം ഉണ്ടായിരിക്കുന്നത്. ചില വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് റിസർവ് കയ്യേറിയിരിക്കുന്നത് എന്ന ആരോപണം ഉയരുന്നുണ്ട്. വനമേഖല കയ്യേറുന്നതോടെ വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയും പ്രദേശത്ത് താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും ചെയ്യുമെന്നും പരാതിയിൽ ഉയരുന്നു. വനത്തിൽ കയറി കൃഷിക്കാവശ്യമായ ഈറ്റകൾ വെട്ടുന്നതും കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുവാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. എത്രയും വേഗം റിസർവ് വനത്തിലുള്ള കയ്യേറ്റം തടയണമെന്നും ഇത്തരക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നതുമാണ് പ്രദേശവാസികളുടെ അടക്കം ആവശ്യം. സിറ്റി വിഷൻ, അടിമാലി. ഉടുമ്പൻചോലയിൽ MLA ഫണ്ടിൽ അനുവദിച്ച ആംബുലൻസ് കട്ടപ്പുറത്ത്. ആംബുലൻസ് അനുവദിച്ച് 6 മാസങ്ങൾ പിന്നിട്ടിട്ടും ഡ്രൈവറെ നിയമിച്ച് ഉപയോഗപ്രദമാക്കാൻ നടപടിയില്ല. പഞ്ചായത്തിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ ഉപരോധിച്ചു. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് അന്നത്തെ ഉടുമ്പൻചോല MLA ആയിരുന്ന MM മണിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് ഉടുമ്പൻചോല കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി ആംബുലൻസ് അനുവദിച്ചത്. തോട്ടം ഗ്രാമീണ മേഖലകളിലെ സാധാരണക്കാർക്ക് അടിയന്തര ആശുപത്രി ആവശ്യങ്ങൾക്കായി കുറഞ്ഞ നിരക്കിൽ ആംബുലൻസ് സേവനം ലഭ്യമാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ ആംബുലൻസിന് ഇതുവരെയും ഡ്രൈവറെ നിയമിക്കുവാൻ LDF ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായിട്ടില്ല. നിലവിൽ നെടുങ്കണ്ടം, രാജകുമാരി മേഖലകളിൽ നിന്ന് കിലോമീറ്ററുകൾ സഞ്ചരിച്ചു വേണം ആംബുലൻസ് ഉടുമ്പൻചോലയിലെത്താൻ. കഴിഞ്ഞ ദിവസം ചെമ്മണ്ണാറിൽ മരത്തിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ കർഷകനെ തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിന് ആംബുലൻസ് എത്തിയത് നെടുങ്കണ്ടത്ത് നിന്നാണ്. പഞ്ചായത്തിൽ ആംബുലൻസ് ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് സേവനത്തിന് മറ്റു മേഖലകളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് മെമ്പർമാരും പ്രവർത്തകരും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ ഉപരോധിച്ചത്. 2026 1-ാം മാസം ജനുവരി മുതൽ ആംബുലൻസിനെ പറ്റിയുള്ള ചർച്ച എല്ലാ കമ്മിറ്റിയിലുണ്ട്. ഒരു കമ്മിറ്റിയിൽ ഒരു തീരുമാനം ഉണ്ടാകാൻ ഇതുവരെ പറ്റിയിട്ടില്ല. സാറേ, ചെമ്മണ്ണാരി നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകൾ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത് ഒരു ആംബുലൻസ് നമുക്ക് എത്രയോ കിലോമീറ്റർ ദൂരം എന്ന് വേണം
ഇന്നലെ ചെമ്മനാട്ടി ശാന്തിനഗറിൽ ഒരാള് ചക്കയിടാൻ ഉപജീവന ആഹാരത്തിന് വേണ്ടി ചക്കയിടാൻ വേണ്ടി പ്ലാവ് കരുവശത്ത് ആടെ വീണിട്ട് ഒരു ആംബുലൻസ് ലഭിക്കുന്നതിന് വേണ്ടി കിലോമീറ്റർ അകലെ നെടുങ്കണ്ടത്ത് നിന്നും 20 കിലോമീറ്റർ അകലെ നിന്നാണ് ഇവിടെ ആംബുലൻസ് വരേണ്ടത്. 1/4 മണിക്കൂർ താമസം വേണ്ടി വന്നതോടെ ആ രോഗിയുടെ നില കൂടുതൽ വഷളാവുകയും അദ്ദേഹം ഇപ്പോൾ തേനി മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെന്റിലുമാണ്. എന്നാൽ 6 കിലോമീറ്റർ കൊണ്ട് എത്തിച്ചേരാൻ ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്തിന്റെ ഷട്ടറിനുള്ളിൽ പുതിയൊരു ആംബുലൻസ് വിശ്രമിക്കുമ്പോഴാണ് ഈ നാട്ടിലെ ആളുകൾ ഇത്രയേറെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നത്. ഏറെ ദുഃഖകരമായ അവസ്ഥയാണ് ഇന്നിപ്പോൾ നിലവിലുണ്ടായിരിക്കുന്നത്. അതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകണം. തീർച്ചയായിട്ടും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ആംബുലൻസ് എത്രയും പെട്ടെന്ന് റോഡിൽ ഇറക്കി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള നിലവിൽ ആശുപത്രിയോടനുബന്ധിച്ചുള്ള ഒരു മുറിയിൽ നിർത്തിയിട്ടിരിക്കുകയാണ് ആംബുലൻസ്. സമരത്തെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നാഗജ്യോതിയുമായി നടത്തിയ ചർച്ചയിൽ അടുത്ത മാസം തുടക്കം മുതൽ ആംബുലൻസ് സേവനം ലഭ്യമാക്കുമെന്ന ഭരണസമിതി ഉറപ്പു നൽകി. ഇനിയും കാലതാമസം നേരിട്ടാൽ തുടർ സമരം നടത്തുമെന്ന കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. പഞ്ചായത്ത് മെമ്പർമാരായ സാന്റോച്ചൻ കൊച്ചുപറയ്ക്കൽ, ബിന്ദു എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ കോൺഗ്രസ് പ്രവർത്തകരായ ബെന്നി തുണ്ടത്തിൽ, ടിബിൻ ജോർജ്, ബിജു ഇടുക്കാർ, സിബി കാരമലയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഉടുമ്പൻചോല. സാമ്പത്തിക തട്ടിപ്പിൽ പടമുഖം ക്ഷീരസംഘം മുൻ സെക്രട്ടറി ഇലവുംകുന്നൽ ബിജു എബ്രഹാമിൽ നിന്ന് 36,32,469 രൂപ ഈടാക്കാൻ ആർബിട്രേറ്റർ ഉത്തരവ്. 2000 മുതൽ 2019 വരെ വ്യാജ ബില്ലുകളും വൗച്ചറുകളും നിർമ്മിച്ച് ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് ഉൾപ്പെടെ പണം മാറി തട്ടിപ്പ് നടത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. തുക ഈടാക്കാൻ തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ക്ഷീരസംഘം അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പടമുഖം ക്ഷീരസംഘം സെക്രട്ടറിയായിരുന്ന ഇലവുംകുന്നൽ ബിജു എബ്രഹാമിൽ നിന്ന് 36,32,469 രൂപ ഈടാക്കാൻ ആർബിട്രേറ്റർ ഉത്തരവിട്ടതായി ക്ഷീരസംഘം പ്രസിഡന്റ് ജോബി ജോസഫ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. 2000 മുതൽ 2019 വരെയുള്ള കാലയളവിൽ സെക്രട്ടറി ബിജുവും ഭാര്യ ബെറ്റിയും ചേർന്ന് വ്യാജ വൗച്ചറുകളും ബില്ലുകളും ഉണ്ടാക്കി പണം തട്ടുകയായിരുന്നു. സംഘത്തിന് ലഭിക്കേണ്ട കാലിത്തീറ്റയുടെ ബോണസ് ഉൾപ്പെടെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് മാറ്റി നിരവധി തവണ പണം തട്ടിയെടുത്തിരുന്നു. ഒരു ദിവസം 4000 ലിറ്റർ പാൽ വരെ അളന്നിരുന്നതിനാൽ തട്ടിപ്പ് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് ഭാരവാഹികൾ പറഞ്ഞു. പടമുഖം ക്ഷീരസംഘത്തില് 2000 തൊട്ട് 2019 വരെ കാലഘട്ടത്തില് പടമുഖം ക്ഷീരസംഘത്തിന്റെ സെക്രട്ടറി ആയിരുന്ന ശ്രീ ബിജു എബ്രാഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ചേർന്ന് അന്നത്തെ ഭരണസമിതിയെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരുടെ സപ്പോർട്ടോടുകൂടി പല രീതിയിലുള്ള ക്രമക്കേടുകൾ നടത്തി സ്വന്തം സംഘത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും അവരുടെ വ്യക്തിപരമായ അക്കൗണ്ടുകളിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തെടുത്ത് തട്ടിയെടുത്തതിലുള്ള വൻ അഴിമതികളാണ് നടന്നിട്ടുള്ളത്. അതുകൂടാതെ തന്നെയും സംഘത്തിലെ കാലിത്തീറ്റ ഏജൻസി ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് സംഘത്തിന് ഏജൻസി ഉള്ളതാണ് കേരള ഫീഡ്സിന്. പക്ഷേ ഇവർ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ബിജുവിൻ്റെ ഭാര്യയുടെ പേരിലും കേരള ഫീഡ്സിൻ്റെ ഏജൻസി ഉപയോഗിച്ച് സംഘത്തിന് കിട്ടേണ്ടതായിട്ടുള്ള എല്ലാവിധ ലാഭവിധങ്ങളും അവർ കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള കമ്മീഷൻ വ്യവസ്ഥയിലും അല്ലാത്തതായിട്ടുള്ള എല്ലാ ലാഭങ്ങളും സ്വന്തമായിട്ട് തട്ടിയെടുക്കുകയായിരുന്നു. സംഘത്തിലെ കർഷകർക്ക് കിട്ടേണ്ട ക്ഷീര കർഷകർക്ക് കിട്ടേണ്ട കാലിത്തീറ്റയുടെ ആനുകൂല്യങ്ങളും അല്ലാത്ത ലാഭവിധങ്ങളും ഇതിൽ കള്ളക്കണക്കും കാര്യങ്ങളും എല്ലാം നടത്തി ഇവർ തട്ടിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മെൽമ കെട്ടിടത്തിന്റെ പൂട്ടു തുറക്കാതെ 1.25 ലക്ഷം രൂപ മോഷണം പോയതായി സെക്രട്ടറിയുടെ പരാതിയെ തുടർന്ന് ഭരണസമിതി നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. 2019 തെരഞ്ഞെടുപ്പിൽ ചുമതലയേറ്റ് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് നൽകിയ പരാതിയിലാണ് പണം ഈടാക്കാൻ വിധിയുണ്ടായിട്ടുള്ളത്. ഈ പണം ഈടാക്കുന്നതിന് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ PM ജോയി, സോണി ജോസഫ്, സുജി മാത്യു, ബാബു കുമ്പളിവേലിൽ എന്നിവർ പറഞ്ഞു. സിറ്റി വിഷൻ, ഇടുക്കി. കനത്ത മഴയെ തുടർന്ന് മൂന്നാറിൽ വീണ്ടും മലയിടിച്ചിൽ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മൂന്നാർ ഹെഡ്ബർക്ക് ഡാമിന് സമീപമാണ് ഇന്ന് പുലർച്ചെ മലയിടിഞ്ഞത്. ഇതേ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം ഭാഗികമായി തുടരുകയാണ്. മേഖലയിൽ ഇപ്പോഴും വലിയ അപകട ഭീഷണി നിലനിൽക്കുകയാണ്. ഇന്ന് പുലർച്ചെയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന മൂന്നാർ ഹെഡ്ബർക്ക് ഡാമിന് സമീപം വൻ മലയിടിച്ചിലുണ്ടായത്. കൂറ്റൻ പാറകളും മണ്ണും ദേശീയപാതയിലേക്ക് ഇടിഞ്ഞു വീണതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. തുടർന്ന് മണ്ണും പാറകളും നീക്കം ചെയ്തതിനു ശേഷമാണ് നിലവിൽ ഒരു വശത്തുകൂടി വാഹനങ്ങൾ കടത്തിവിടുന്നത്. അതേസമയം മണ്ണിടിച്ചിലുണ്ടായ മേഖലയിൽ ഇപ്പോഴും മണ്ണും പാറകളും ഇളകിയ നിലയിലായതിനാൽ വീണ്ടും ഇടിച്ചിലുണ്ടാകാനുള്ള സാധ്യത തുടരുകയാണ്. അപകട ഭീഷണി കണക്കിലെടുത്ത് മണ്ണും പാറകളും നീക്കം ചെയ്യുവാനും അപകട സാധ്യത കുറയ്ക്കുവാനുമായി ദേശീയപാത അധികൃതർ നടപടി ഊർജിതമാക്കിയിട്ടുണ്ട്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ യാത്രക്കാർ അതീവ ജാഗ്രത പാലിക്കണമെന്നതാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. സിറ്റി വിഷൻ, മൂന്നാർ.
മരിയാപുരത്ത് റോഡ് വക്കിൽ അപകടക്കെണിയായി കൂറ്റൻ പാറ. 2018 മലമുകളിൽ നിന്ന് റോഡിലേക്ക് പതിച്ച പാറയാണ് ഇപ്പോൾ ഭീഷണിയായി മാറുന്നത്. മരിയാപുരം പഞ്ചായത്തിലെ കാർത്തിയാനി കവല മാടവനക്കാനം റോഡ് വക്കിൽ സ്ഥിതി ചെയ്യുന്ന കൂറ്റൻപാറ നാട്ടുകാർക്ക് ഭീഷണിയാവുന്നു. 2018 കാലവർഷക്കെടുതിയിൽ സമീപത്തെ മലമുകളിൽ നിന്ന് റോഡിലേക്ക് പതിച്ച കൂറ്റൻപാറയാണ് യാത്രാ വാഹനങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത്. പൊട്ടിച്ചിതറിയ പാറയുടെ ചില ഭാഗങ്ങളെന്ന ദുരന്ത നിവാരണ സേന റോഡിൽ നിന്ന് മാറ്റിയെങ്കിലും പ്രധാന ഭാഗങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. വീതി കുറഞ്ഞ റോഡിൽ 2 ഓട്ടോറിക്ഷകൾക്ക് പോലും പരസ്പരം കടന്നുപോകുവാൻ കഴിയാത്ത വിധത്തിലാണ് പാറ നിൽക്കുന്നത്. വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിൽ രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ പാറയിലിടിച്ച് അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. കയറ്റമുള്ള റോഡിൽ ഇരുവശങ്ങളിൽ നിന്നും വാഹനങ്ങൾ എത്തുമ്പോൾ കടന്നുപോകുവാൻ കഴിയാത്തതിനാൽ വാഹനയാത്രക്കാർ തമ്മിൽ നിരന്തരം തർക്കങ്ങൾക്കും ഇടയാകുന്നു. സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ വലിയ വാഹനങ്ങളുമായി വരുന്ന ഡ്രൈവർമാരാണ് കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. ഈ കല്ല് ഇവിടെ ഉള്ളത് കൊണ്ട് ഇതിലെ നടന്നു പോകുന്ന ഒത്തിരി വഴിയാത്രക്കാരും നടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വാഹനങ്ങളും വരുന്നുണ്ട്. ഇവർക്കൊന്നും കടന്നു പോകാനും അതുപോലെ വണ്ടിക്കാർ തമ്മിൽ വാക്കുതർക്കം വന്ന് ഓരോ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കല്ല് മാറ്റുന്നതിനുള്ള നടപടി സർക്കാർ തലത്തിൽ നിന്ന് ഉണ്ടാകണമെന്ന് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇതുവഴി കാൽനട യാത്രക്കാരുമുണ്ട്. പാറ നിലംപതിച്ച് 8 വർഷങ്ങൾ പിന്നിടുമ്പോഴും പൊട്ടിച്ചുമാറ്റി പ്രതിസന്ധി പരിഹരിക്കുവാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്ന ആക്ഷേപമുണ്ട്. റോഡിന്റെ നിർമ്മാണത്തിനുൾപ്പെടെ തടസ്സം സൃഷ്ടിക്കുന്ന പാറ പൊട്ടിച്ചുമാറ്റാൻ അധികൃതരുടെ ഇടപെടൽ ഉണ്ടാവണമെന്ന് വാർഡ് മെമ്പർ ഗീതാ വിജയൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി ജോൺ എന്നിവർ ആവശ്യപ്പെട്ടു. സിറ്റി വിഷൻ, ഇടുക്കി. മഴയും കാറ്റും ശക്തമായതോടെ മണിയാറൻകുടിയിൽ അപകട ഭീഷണിയായി 100 കണക്കിന് കാട്ടുമരങ്ങൾ. മണിയാറൻകുടി ചേന്നാപ്പാറ റോഡിൽ വൻമരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണ് വൈദ്യുതി ലൈനും പോസ്റ്റും തകർന്നു. അടിയന്തര നടപടി വേണമെന്ന് നാട്ടുകാർ. ഹൈറേഞ്ചിൽ മഴയും ശക്തമായ കാറ്റും തുടരുന്നതിനിടെ മണിയാറൻകുടി മേഖലയിൽ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. ആദിവാസി മേഖലയായ വട്ടമേട, ചെന്നാപ്പാറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ 100 കണക്കിന് കാട്ടുമരങ്ങൾ ഏതു നിമിഷവും കടപുഴകി വീഴാവുന്ന അവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്ന് പുലർച്ചെ മണിയാറൻകുടി ഭാരത് ബെൻസ് ഷോറൂമിന് സമീപത്ത് നിന്ന് ചെന്നാപ്പാറയിലേക്കുള്ള റോഡിൽ കൂറ്റൻ മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണ് വൈദ്യുതി ലൈനും പോസ്റ്റും തകർന്നു. നിരവധി വിദ്യാർത്ഥികളും നാട്ടുകാരും കാൽനടയായും വാഹനങ്ങളിലുമായി സഞ്ചരിക്കുന്ന റോഡിലേക്കാണ് ശിഖരം പതിച്ചത്. ആളപായമൊന്നും സംഭവിക്കാതിരുന്നത് ഭാഗ്യം കൊണ്ടാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഉണങ്ങി ദ്രവിച്ചു നിന്ന ശിഖരത്തിൽ ചേലവള്ളികൾ പടർന്നു കയറിയതിനാൽ മരത്തിന്റെ അപകടാവസ്ഥ തിരിച്ചറിയുവാൻ കഴിഞ്ഞിരുന്നില്ല. ഇതുപോലുള്ള 100 കണക്കിന് മരങ്ങൾ ഇപ്പോഴും പ്രദേശത്ത് അപകട ഭീഷണിയായി നിലകൊള്ളുകയാണെന്ന് വാർഡ് മെമ്പർ സിബി തകരപ്പള്ളി പറഞ്ഞു. ഭാരത് ബെൻസിൻ്റെ അവിടെ നിന്ന് ചെന്നാപ്പാറയ്ക്ക് പോകുന്ന റൂട്ടിലാണ് ഇപ്പോൾ ഈ കാണുന്ന മരം ഒടിഞ്ഞാടി വഴി ബ്ലോക്കായി കിടക്കുന്നത്. മരം ഒടിഞ്ഞാടി വഴി ബ്ലോക്കായി ലൈനും പൊട്ടി പോസ്റ്റ് ഒടിഞ്ഞാടി കിടക്കുന്നു. ഇപ്പോൾ ഇതുപോലെയുള്ള വൻമരങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഒറ്റതിരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് കാറ്റും മഴയും വരുമ്പോൾ വളരെ ശക്തമായ കാറ്റിലും മഴയിലും ഒടിഞ്ഞു ചാടാൻ ഇനിയും ഉണങ്ങിയ മരങ്ങൾ നിൽക്കുന്നു. ഉണങ്ങിയ മരം വീഴാൻ സാധ്യതയുണ്ട്. കാരണം സ്കൂൾ കുട്ടി മുതൽ പ്രായമായ ആളുകൾ വരെ നിത്യം നടക്കുന്ന വഴിയാണ്. ഇപ്പോൾ ഇവിടെ നിന്നുള്ള ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ വേണ്ടി ഈ നിൽക്കുന്ന വലിയ മരങ്ങളൊക്കെ മുറിച്ച് നീക്കം ചെയ്ത് വഴികളെല്ലാം ക്ലിയറാക്കി തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വർഷങ്ങളായി അപകട ഭീഷണിയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ട് നടപടി ഉണ്ടായിട്ടില്ലെന്നും ഇദ്ദേഹം പറയുന്നു. ശക്തമായ കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ വൻ ദുരന്തം ഒഴിവാക്കുവാൻ ജില്ലാ ഭരണകൂടവും വനംവകുപ്പും അടിയന്തരമായി ഇടപെട്ട് അപകട ഭീഷണിയുള്ള മരങ്ങൾ നീക്കം ചെയ്യണമെന്നതാണ് പ്രദേശവാസികളുടെ അടക്കം ആവശ്യം. സിറ്റി വിഷൻ, ഇടുക്കി. ഇടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് 4 നൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്.
Adigale #1 health provider, Kripa Medical Center. Direct care, diagnosis and treatment. Doctor's Clinic, Doctor's Clinical and Diagnostic Laboratory, and patient-friendly pharmacy. Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakot. The #1 health provider, Kripa Medical Center. We create better health. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീണ്ടും വാർത്തകളിലേക്ക്. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ LDF ഭരണസമിതി ടൗണിൽ നിർമ്മിച്ച കൂറ്റൻ കമാനം കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണിയായതിനെ തുടർന്ന് പുതിയ UDF പഞ്ചായത്ത് ഭരണസമിതി അത് പൊളിച്ചു നീക്കുവാനുള്ള നടപടി ആരംഭിച്ചു. യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് 7 ലക്ഷത്തിൽ പരം രൂപ ചെലവഴിച്ച് കമാനം നിർമ്മിച്ചതെന്നാണ് UDF ഭരണസമിതിയുടെ ആരോപണം. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ LDF ഭരണസമിതി കാമാക്ഷി അമ്പലമേട് ടൂറിസം ഡെവലപ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ തങ്കമണി ടൗണിലേക്ക് തിരിയുന്നിടത്ത് ഗ്രാമപഞ്ചായത്തിന്റെ കൂറ്റൻ കമാനം സ്ഥാപിച്ചത്. 2025 മാർച്ചിലാണ് കമാനത്തിന്റെ പണി പൂർത്തീകരിച്ചത്. ലക്ഷങ്ങൾ മുടക്കി വൈദ്യുതി ലൈനിന് കീഴിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിർമ്മിച്ച കമാനത്തിന്റെ നെയിം ഷീറ്റുകൾ പലതവണ ഇളകി റോഡിൽ വീഴുകയുണ്ടായി. തലനാരിഴയ്ക്കാണ് പല അപകടങ്ങളും ഒഴിവായത്. നിർമ്മാണ ഘട്ടത്തിൽ മുൻ ഭരണസമിതിയിലും പ്രതിപക്ഷ അംഗങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഏറെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ചില ഉന്നത LDF നേതാക്കന്മാരുടെ സമ്മർദ്ദം മൂലമാണ് കമാനം സ്ഥാപിച്ചതെന്നാണ് UDF ആരോപിക്കുന്നത്. നിരവധിയായ ആളുകൾക്ക് വളരെ പ്രയാസമുണ്ടാക്കുന്ന രീതിയിലാണ് പ്രത്യേകിച്ച് ഒരു വാഹനം കടന്നു പോകുവാനോ ഒരു ജംഗ്ഷനായി നിൽക്കുമ്പോൾ പലപ്പോഴും നിരവധി വാഹനങ്ങൾ ഇവിടെ ഇടിക്കുന്നതിനും വലിയ ചെറിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിനും ഇത് സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. പലപ്പോഴും പല രീതിയിലും പല ആളുകളും പരാതിപ്പെട്ടിട്ടും ഇത് നടക്കാതെ വന്നപ്പോഴാണ് നമ്മുടെ ഭരണസമിതി ഇത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഈ സാഹചര്യം ഇവിടെ ഒഴിവാക്കണമെന്ന് കാണിച്ച് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കടക്കം ഇവിടെ സെക്രട്ടറി റിപ്പോർട്ട് ചോദിച്ചെങ്കിലും നാളെ ഇതുവരെയായി റിപ്പോർട്ട് തയ്യാറാൻ പോലും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തയ്യാറായിട്ടില്ല എന്നുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇത്തരം 4ഓളം കമാനങ്ങൾ പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. തെരുവ് വിളക്കുകൾ പോലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കാതെ മുൻ ഭരണസമിതി പഞ്ചായത്തിന്റെ പണം ദൂർത്തടിച്ചതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഈ കമാന നിർമ്മാണമെന്നും ഇനിയും ഇത്തരം ധാരാളം അഴിമതികൾ പുറത്തു കൊണ്ടുവരുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. സിറ്റി വിഷൻ, ഇടുക്കി. കൊച്ചി ധനുഷ്കോടി ദേശീയപാത അടിമാലി ടൗണിലെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ CITUവിൻ്റെ നേതൃത്വത്തിൽ വിശദീകരണ യോഗം നടത്തി. അടിമാലി സെന്റർ ജംഗ്ഷനിൽ നടന്ന യോഗം CPIM ഏരിയ സെക്രട്ടറി ചാണ്ടി P. അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന്റെയും അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെയും ജനദ്രോഹ നയങ്ങൾക്കെതിരെ അടിമാലി ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. അടിമാലി ടൗണിൽ നിർമ്മാണം നടക്കുന്ന ഡിവൈഡറുകൾ ഇവിടുത്തെ ഓട്ടോ ടാക്സി ഡ്രൈവർമാരെയും വ്യാപാരികളെയും സാരമായി ബാധിക്കുമെന്ന് ഉന്നയിച്ചാണ് അടിമാലി സെൻട്രൽ ജംഗ്ഷനിൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചത്. യോഗം CPIM അടിമാലി ഏരിയ സെക്രട്ടറി ചാണ്ടി P. അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. അടിമാലി ടൗണിൽ ഒരാൾക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം ഡിവൈഡറിൽ നിന്ന് 8.5 മീറ്റർ ഒരു സൈഡിലേക്ക്, ആ 8.5 മീറ്ററാണ് റോഡ്. ആ 8.5 മീറ്റർ റോഡിനകത്ത് 2 വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യണം. അങ്ങോട്ട് പോകുമ്പോൾ 2 വാഹനം പാസ് ചെയ്യാം, ഓവർടേക്ക് അടക്കം. അതിൻ്റെ തൊട്ടുപുറത്ത് ബൈക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത. ആ പാത കഴിഞ്ഞാൽ ഒരു ഓട 1 മീറ്റർ. ആ ഓട കഴിഞ്ഞാൽ 1.5 മീറ്റർ ഫുട്പാത്ത്. പിന്നെ അപ്പുറത്തേക്കില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. കൂമ്പന്മാറ കഴിഞ്ഞാൽ അവിടെ വണ്ടി നിർത്തും. അടിമാലി ടൗണിൽ വന്ന് അടിമാലിയുടെ മുകളിൽ വണ്ടി നിർത്തിയാൽ
അവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിക്കാൻ പറ്റുമോ? കാരണം ഓട്ടോറിക്ഷയ്ക്കോ ഏതെങ്കിലും വാഹനത്തിനോ ഇവിടെ നിർത്താനുള്ള സൗകര്യം ഉണ്ടാവില്ല. യോഗത്തിൽ ഓട്ടോ ടാക്സി വർക്കേഴ്സ് ഏരിയ പ്രസിഡന്റ് PK ബഷീർ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി KH സുൽഫി, നേതാക്കളായ VB മോഹനൻ, PB സജീവ്, PK ബഷീർ, CD ഷാജി, മാത്യു ഫിലിപ്പ്, TK സുദേശ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. ഇടുക്കി പൈനാവ് മോഡൽ പോളിടെക്നിക് കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ രക്ഷകർതൃ സമ്മേളനവും ഡിപ്ലോമ പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു. ചടങ്ങിൽ ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ വിവിധ കമ്പനികളിൽ നിയമനം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഓഫർ ലെറ്ററുകളും മെറിറ്റ് ജേതാക്കൾക്ക് പുരസ്കാരങ്ങളും ഇടുക്കി MLA റോയി K പൗലോസ് വിതരണം ചെയ്തു. പൈനാവ് മോഡൽ പോളിടെക്നിക് കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ രക്ഷകർത്താ സമ്മേളനം, ക്യാമ്പസ് പ്ലേസ്മെന്റ്സിലൂടെ തൊഴിൽ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഓഫർ ലെറ്റർ വിതരണം, 2026 ഏപ്രിലിൽ ഡിപ്ലോമ പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സമ്മാനദാനവും സംഘടിപ്പിച്ചു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പ്രിൻസിപ്പൽ സുഫി CK അധ്യക്ഷതയിൽ ഇടുക്കി MLA റോയി K പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ വിവിധ സ്ഥാപനങ്ങളിൽ നിയമനം ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഓഫർ ലെറ്ററുകളും ഡിപ്ലോമ പരീക്ഷയിൽ ഉയർന്ന വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങളും MLA വിതരണം ചെയ്തു. അത്യാവശ്യം നല്ല സ്ഥാപനങ്ങളിലേക്കൊക്കെ പ്ലേസ്മെന്റ് കിട്ടണമെങ്കിൽ നല്ല നിലയിൽ നല്ല നിലവാരം പുലർത്തുന്ന കുട്ടികൾ ആണെങ്കിൽ കിട്ടത്തുള്ളൂ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പൊ ആ ഒരു നിലവാരത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഈ പ്ലേസ്മെന്റ് ഒക്കെ കിട്ടുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ സാഹചര്യം, നിങ്ങൾ ഞാനും ഒക്കെ ജീവിക്കുന്ന ഈ സാഹചര്യം നന്നായി പഠിച്ച് മുന്നേറാൻ കഴിഞ്ഞാൽ മാത്രമാണ് ജീവിതം സുരക്ഷിതമാക്കാൻ കഴിയും എന്നുള്ളത് വളരെ ലളിതമായ കാര്യമാണ്. കുട്ടികളെ മാതാപിതാക്കൾ പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെയാണ്. ലാബെക്സ് തിരുവനന്തപുരം, IBIS എറണാകുളം, MBEC എന്നിവ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലായി ഏകദേശം 30 വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭിച്ചു. വിദ്യാർത്ഥികളുടെ അക്കാദമിക മികവും തൊഴിൽ സാധ്യതയും വർദ്ധിപ്പിക്കുന്നതിൽ കോളേജ് നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് MLA പറഞ്ഞു. രക്ഷിതാക്കളുമായി വിദ്യാർത്ഥികളുടെ പഠന പുരോഗതി, പ്ലേസ്മെന്റ് സാധ്യതകൾ, കോളേജിന്റെ തുടർ വികസന പ്രവർത്തനങ്ങൾ എന്നിവ സംബന്ധിച്ച ആശയവിനിമയവും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു. PTA വൈസ് പ്രസിഡന്റ് സതീഷ് ചന്ദ്രൻ, വകുപ്പ് മേധാവികളായ ബിന്ദു തോമസ്, ജോമി വിൻസെന്റ്, റോമിയോ റോയി, പ്രകാശ് TS, ആൽബിൻ എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വിദ്യാർത്ഥികൾക്ക് മികച്ച സാങ്കേതിക വിദ്യാഭ്യാസത്തോടൊപ്പം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടരുമെന്ന് കോളേജ് അധികൃതരും വ്യക്തമാക്കി. സിറ്റി വിഷൻ, ഇടുക്കി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായ ഹരിതാരവൻ 2026-27 ടിഷ്യൂ കൾച്ചർ വാഴത്തൈകളുടെ ബ്ലോക്ക് തല നടീൽ ഉദ്ഘാടനം നടന്നു. കഞ്ഞിക്കുഴി ആൽപ്പാറ ശ്രേയസ് പുരുഷ കാർഷിക സംഘം തോട്ടത്തിൽ നടന്ന പരിപാടി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിനി ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയായ ഹരിതാരവം പദ്ധതി പ്രകാരമുള്ള ടിഷ്യൂ കൾച്ചർ വാഴത്തൈകളുടെ നടീൽ ഉദ്ഘാടനമാണ് നടന്നത്. കഞ്ഞിക്കുഴി ആൽപ്പാറ ശ്രേയസ് പുരുഷ കർഷക സംഘത്തിന്റെ 5 ഏക്കർ കൃഷിസ്ഥലത്താണ് ടിഷ്യൂ കൾച്ചർ വാഴകൾ കൃഷി ചെയ്തത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിത്തു മുതൽ വിപണി വരെ കർഷക ഗ്രൂപ്പുകൾക്ക് ടിഷ്യൂ കൾച്ചർ വാഴ, വിവിധ ഇനം പച്ചക്കറി തൈകൾ, കൃഷികൾക്ക് വേണ്ട സഹായം എന്നിവ നൽകുന്ന പദ്ധതിയാണ് ഹരിതാരവം. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ അധ്യക്ഷത വഹിച്ച യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കാർഷിക മേഖലയ്ക്ക് വകയിരുത്തുന്ന തുക എത്രയാണോ അതിന്റെ റിസൾട്ട് നമ്മുടെ നാടുകളിൽ തന്നെ കാണുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രാവശ്യം വിത്ത് മുതൽ വിപണി വരെ എന്ന ലക്ഷ്യത്തോടു കൂടി ഹരിതാരം എന്ന പദ്ധതി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ലോഞ്ച് ചെയ്തത്. വിത്ത് നിങ്ങൾക്ക് സമയബന്ധിതമായി നൽകിയിരുന്നു. ആ തൈകൾ കൃത്യമായി തന്നെ നട്ടു പരിപാലിക്കുന്നുണ്ട് എന്ന് ഇവിടെ വന്നപ്പോൾ നേരിട്ട് കാണുവാൻ സാധിച്ചു. നമ്മുടെ പദ്ധതിയോടനുബന്ധിച്ചുള്ള ടിഷ്യൂ കൾച്ചർ വാഴത്തൈകളുടെ നടിയിലാണ് ഇന്നിവിടെ നടക്കുന്നത്. 2000-ഓളം വാഴത്തൈകൾ. ആദ്യം കേട്ടപ്പോൾ വളരെ അത്ഭുതത്തോടു കൂടി ഒരു സംഘം ഇത്ര എടുത്തല്ലോ, അപ്പൊ അത്രയും വലിയൊരു ഏരിയ അവർ നടുന്നുണ്ട് എന്ന ബോധ്യത്തിലേക്ക് വന്നു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഷൗജാമോൾ P കോയ പദ്ധതി വിശദീകരണം നടത്തി. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സുജിത മോൾ CS മുഖ്യപ്രഭാഷണം നടത്തി. ആശംസകൾ നേർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സോന ട്രീസ ജോബി, ടെസി ജോസഫ്, കർഷക സംഘം പ്രസിഡന്റ് ജോമി ജോർജ് എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ, ഇടുക്കി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി
സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,155 രൂപ, പവന് 1,05,240 രൂപ, വെള്ളി ഗ്രാമിന് 235 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അടിമാലിയിൽ റിസർവ് വനം സ്വകാര്യ വ്യക്തി കയ്യേറി ഏലകൃഷി ചെയ്യുന്നതായി പരാതി. ആംബുലൻസ് കട്ടപ്പുറത്ത്. ഉടുമ്പൻചോല പഞ്ചായത്തിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ ഉപരോധിച്ചു. സാമ്പത്തിക തട്ടിപ്പിൽ പടമുഖം ക്ഷീരസംഘം മുൻ സെക്രട്ടറി ഇലവുംകുന്നേൽ ബിജു എബ്രഹാമിനെതിരെ നടപടി. കനത്ത മഴയെ തുടർന്ന് മൂന്നാർ ഹെഡ്ബർഗ് ഡാമിന് സമീപം മലയിടിച്ചിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.